ഹലോ ഗൈസ്, നമ്മളിന്ന് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് അനാലിസിസാണ് ചെയ്യാൻ പോകുന്നത്. നാളത്തേക്ക് ഒരു നല്ല മൂവ്മെൻറ്റ്സ് ഏത് കിട്ടും, അതുപോലെ തന്നെ എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യുക, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇത് നിഫ്റ്റിയുടെ 15 മിനിറ്റ്സ് ചാർട്ടാണ്. ഇതിൽ നിങ്ങൾക്ക് ഇന്നത്തെ ട്രേഡ് ചെയ്തിരിക്കുന്ന ഒരു മൂവ്മെൻറ്റ്സ് മനസ്സിലാക്കാൻ സാധിക്കും. രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം ഒരു ഡൗൺ ട്രെൻഡിലേക്കുള്ള മൂവ്മെൻറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഫാളിങ് നിങ്ങൾക്കറിയാം, ഈ ഒരു മൂവ്മെൻറ്റ്സ് ഇവിടുന്ന് ഈ റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് ഒരു ഡൗൺ ടേണിലേക്ക് നല്ലൊരു മൂവ്മെൻറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് ഒരു ട്രേഡ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് ചോദിച്ചാൽ, ഇന്നലത്തെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ ഒരു റേഞ്ചിൽ നിന്ന് നിങ്ങൾക്ക് മാർക്കറ്റ് ട്രേഡ് ചെയ്യാനായിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, ഈ ഒരു റേഞ്ച് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് ഒരു പാനിക് ഏരിയ ആയിരുന്നു ഇത്. കാരണം ഈ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് സെലക്ട് അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത റേഞ്ചിലേക്കായിരുന്നു മാർക്കറ്റ് നിന്നിരുന്നത്. പക്ഷേ ഇന്ന് എക്സ്പയറി ഡേറ്റ് ആയതുകൊണ്ട് കുറച്ച് കൺഫർമേഷനൊക്കെ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കുമായിരുന്നു. മോർണിംഗിൽ തന്നെ മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡ് ഫാളിലേക്ക് വന്ന് ഇവിടെ ഒരു കൺസൾട്ടേഷൻ ഫേസ് ചെയ്തു. അതിനുശേഷം പിന്നീട് ഡൗൺ സൈഡിലേക്ക് മാർക്കറ്റ് വരികയാണ് ചെയ്തത്. ഈ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തേക്ക് തന്നെ ഓൾമോസ്റ്റ് നെഗറ്റീവ് റേഞ്ചിലേക്ക് വന്നെങ്കിലും ഒരു സഡൻ അപ്സൈഡ് മൂവ് ഉണ്ടായിരിക്കുമായിരുന്നു. ആ മൂവ്മെൻറ്റ്സിൽ തന്നെ മാർക്കറ്റിൽ ഒരു പാനിക് സൃഷ്ടിക്കുകയും അതുപോലെ തന്നെ അതനുസരിച്ച് ട്രേഡിൻ്റെ ഡിസിഷനൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ്സ് സഡനായിട്ടുണ്ടായി സെക്കൻഡ് ഹാഫ് ടൈമിലേക്ക്. ഓക്കെ, എനിവേ എങ്കിൽ പോലും മാർക്കറ്റ് ക്ലോസ് ആയിരിക്കുന്നത് ടോട്ടലി നെഗറ്റീവായിട്ടാണ്. നമ്മൾ നാളത്തേക്കുള്ളൊരു റെസിസ്റ്റൻസ് ലെവൽ, സപ്പോർട്ട് ലെവലുകൾ ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനനുബന്ധിച്ച് നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നോക്കുന്നത്. ഇപ്പോൾ ഞാനൊരു ട്രെൻഡ് ലൈനിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഹൊറിസോണ്ടൽ ലൈന് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നതിനനുസരിച്ച് മാർക്ക് ചെയ്യുവാണ്. അപ്പോൾ ഇന്ന് ക്ലോസ് ആയിരിക്കുന്നത് 25,051 മാർക്കറ്റ് ക്ലോസ് ആയിരിക്കുന്നത്. ഇവിടുന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഇൻഡെക്സുകളെല്ലാം നെഗറ്റീവാണ്. നാളത്തെ ഒരു ഫ്രൈഡേ ആകുമ്പോൾ നല്ല ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഡൗൺ ലൈനിലൊക്കെ ഉണ്ട്. ഫ്രൈഡേയിലെ ട്രേഡിങ് വളരെ ക്രൂഷ്യലായിട്ട് ചില സമയങ്ങളിൽ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് 24,890 ഒക്കെ റേഞ്ചായിട്ട് നമുക്ക് ഈ സപ്പോർട്ട് ലെവലിലേക്ക് നമുക്ക് ആക്ട് ചെയ്യുന്നതാണ്. അതിനുശേഷം അവിടെ നിന്ന് ഒരു അപ്സൈഡ് മൂവ് ഉണ്ടാകുവാണെങ്കിൽ, ഒരു ഗ്യാപ്പ് മൂവ് ഉണ്ടാകുവാണെങ്കിൽ പോലും നമുക്ക് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ലെവലാണ് റെസിസ്റ്റൻ്റായിട്ട് 25,250 230 ആ റേഞ്ചൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു വ്യൂ നമുക്ക് നല്ലത് അപ്സൈഡിലേക്ക് പോയാലും ഡൗൺ സൈഡിലേക്ക് പോയാലും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഒരു വ്യൂ നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇതൊരു 50 മിനിറ്റ്സ് ചാർട്ടാണ് വന്നിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഡേ ചാർട്ട് നോക്കുമ്പോഴത്തേക്കിന് നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ബിഗ് ക്യാൻഡിലാണ് ഇന്നത്തെ ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു ഈ സൈഡ് തന്നെ ഒരു കൺസിഡറേഷൻ ചെയ്ത സൈഡുകളാണ്. ഇവിടുന്ന് ഒരു ബ്രേക്കൗട്ട് എന്ന് പറയുമ്പോഴത്തേക്കിനും നല്ല ഹൈപ്പിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു പോയിൻറ്റ്സിലേക്കാണ് മാർക്കറ്റ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ഒരു സപ്പോർട്ട് ഇത് ആക്ട് ചെയ്ത് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യാൻ വളരെ സാധ്യതയുണ്ട്. നെക്സ്റ്റ് വീക്കിൽ നല്ലൊരു മൂവ്മെൻറ്റ്സ് അപ്സൈഡിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം സപ്പോർട്ട് റെസിസ്റ്റൻസ് നിഫ്റ്റിയിൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലെ മൂവ്മെൻറ്റ്സ് ഏതാണെന്ന് നമുക്കൊന്ന് ബാങ്ക് നിഫ്റ്റിയിലെ മൂവ്മെൻറ്റ്സ് നോക്കുമ്പോൾ തന്നെ ഇന്നലത്തെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ് ഞാൻ അതിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. റെസിസ്റ്റൻസ് ലെവൽ നമുക്ക് നോക്കുകയാണെങ്കിൽ 57,330 ആ റേഞ്ചിലേക്കായിരുന്നു റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിനെ ഓൾമോസ്റ്റ് നിയർ അവിടെ വരെ പോയതിന് ശേഷം മാർക്കറ്റ് ഡൗൺ ടേണിലേക്ക് വരികയൊക്കെ ചെയ്തിരുന്നു. മോർണിംഗിൽ തന്നെ ആ മൂവ്മെൻറ്റ്സിൽ നിന്ന് തന്നെ ഡൗൺ ടേണിലേക്ക് വന്നിരിക്കുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിൽ ഒരു സപ്പോർട്ട് എടുത്ത് അപ്സൈഡിലേക്ക് പോയിരിക്കുന്നത്. സപ്പോർട്ട് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് 56,720 ആയിരുന്നു. മാർക്കറ്റ് ഓൾമോസ്റ്റ് ഇന്ന് ലോ വന്നിരിക്കുന്നതും 56,800 റേഞ്ചിലേക്കൊക്കെ മാർക്കറ്റ് ഓൾമോസ്റ്റ് ലോയിലേക്ക് എത്തിയിരിക്കുമായിരുന്നു. 56,700 ആണ് നമ്മൾ മെയിനായിട്ട് സപ്പോർട്ട് ആക്ട് ചെയ്യുന്നതായിട്ട് വെച്ചിരിക്കുന്നത് ഒരു ലെവൽസ്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് നിഫ്റ്റിയോട് കൂടി തന്നെ സപ്പോർട്ട് ചെയ്ത് ബാങ്ക് നിഫ്റ്റി നെഗറ്റീവ് ആയിരുന്നു. ഇതിൻ്റെ ഒരു 5 മിനിറ്റ്സ് ആയിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. മൂവ്മെൻറ്റ്സിലെ ഒരു സഡൻ ഫാൾ ആയിരുന്നു. ഫാസ്റ്റ് ഒരു മൂവ്മെൻറ്റ്സ് ആയിരുന്നു മോർണിംഗിലെ ഫാളിങ് ടൈമിൽ. അതിനുശേഷം ഒരു കുറച്ച് നേരം ട്രേഡ് ചെയ്തതിന് ശേഷം പിന്നെ ഡൗൺ ട്രെൻഡ് വന്ന് പിന്നീട് സെക്കൻഡ് ഹാഫിന് ശേഷം മാർക്കറ്റിൽ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് കിട്ടി കുറച്ച് പോയിന്റ് റിക്കവർ ചെയ്ത് ഇരിക്കുകയാണ്. ഈ ഒരു മൂവ്മെൻറ്റ്സ് നോക്കുമ്പോഴത്തേക്കിന് ഓൾമോസ്റ്റ് മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോകുന്ന ഒരു ടോണിലായിരുന്നു ഇന്നത്തെ.
അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ്സ് നെക്സ്റ്റ് വീക്കിലും അത് അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു അപ്സൈഡ് നല്ല മൂവ്മെൻറ്റ്സ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇൻഡെക്സുകൾ നെഗറ്റീവ് ആണെങ്കിലും ബാങ്കുകളൊക്കെ പോസിറ്റീവിലെ റിസൾട്ടിലേക്കൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സപ്പോർട്ടിൽ മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നാളത്തെ നമുക്കൊരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ മാർക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ സെയിം ഇന്നലത്തെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ നമുക്കത് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്ന 57,033 ക്ലോസിംഗ് പ്രൈസ്. അപ്പം സപ്പോർട്ടായിട്ട് റെസിസ്റ്റൻറ്റ് ഫേസ് ചെയ്യാൻ പോകുന്നത് 57,330 ആയിരിക്കും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ്. അപ്പോൾ ഈ ഒരു ലെവലിന് ശേഷം അതിനുശേഷം അവിടെ നിന്ന് റിജക്ഷൻ കിട്ടുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്കൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള പ്ലേസ് എന്ന് പറയുന്നത് 56,720 ആണ്. അപ്പോൾ ഈ ഒരു റേഞ്ചിലേക്ക് മാർക്കറ്റ് വരാൻ വളരെ സാധ്യതയുണ്ട് ഇവിടുന്ന് റിജക്ഷൻ കിട്ടിയാൽ. അപ്പോൾ ഓൾമോസ്റ്റ് വ്യൂ നോക്കുകയാണെങ്കിൽ ഡേ ചാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെയും ഈ മാർക്കറ്റിൻ്റെ വ്യൂ നോക്കുമ്പോൾ ഒരു ബിയറിഷ് സൈഡിലേക്കുള്ള ലുക്കാണ് കാണുന്നത്. പക്ഷേ ഈ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് അതുപോലെ കൺസൾട്ടേഷൻ ചെയ്ത ഒരു ഫേസിലേക്ക് മാർക്കറ്റ് നിൽക്കുകയാണ്ട് ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് നല്ലതുപോലെ ഒരു ആക്ട് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതൊരു റെക്കമെൻഡേഷൻ വീഡിയോ അല്ല. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂസ് മനസ്സിലായെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ ആണ്. ചാനൽ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചാനൽ ചാർട്ട് അനലൈസ് ചെയ്തിട്ട് വേണം നാളെ ട്രേഡ് ചെയ്യാൻ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പ്ലീസ് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഷോർട്ട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കിട്ടാനും കാണാനും വേണ്ടി നിങ്ങൾ നോട്ടിഫിക്കേഷൻ ബെൽ പ്രസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഗൈസ്, പിന്നീട് ഒരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ. താങ്ക് യു.